ഹലോ ഓൾ, വെൽക്കം ടു എഡിഫിക്സ്. നമ്മുടെ നെറ്റ് പേപ്പർ ഓൺ ക്ലാസ്സിലെ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നമ്മുടെ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ലെവൽസ് ഓഫ് ടീച്ചിങ്ങും അതിനോടൊപ്പം തന്നെ ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളതും. അപ്പോൾ എല്ലാ വർഷത്തെ പേപ്പർ വൺ എക്സാമുകളിലും അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും ഈ ടോപ്പിക്കുകളിൽ നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണിത്. അപ്പോൾ എന്താണ് ഈ ഭാഗമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ്. അപ്പോൾ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടീച്ചിങ് എന്ന പരിപാടിയെ പൊതുവെ 3 ലെവലിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മെമ്മറി ലെവൽ, രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, മൂന്നാമത്തേത് റിഫ്ലക്റ്റിംഗ് ലെവൽ. ടീച്ചിങ്ങിൻ്റെ ആ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ രീതി കൂടുതൽ അഡ്വാൻസ്ഡ് ആവുന്നതിനനുസരിച്ചാണ് ഈ 3 കാര്യങ്ങളും പോവുക. അപ്പോൾ മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ലെവലായിരിക്കും. അതിൻ്റെ തൊട്ട് മേളിൽ വരുന്നതായിരിക്കും അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, അതിന് മേളിൽ വരുന്നതായിരിക്കും റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇത് ആദ്യത്തെ ബേസ് ലെവലാണ്. ഇതിനെ തോട്ട്ലെസ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നും നമ്മൾ പറയാറുണ്ട്. അതായത് ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് നടത്തുന്നതിന് നമ്മൾ വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു തോട്ട്ലെസ് ലെവൽ ടീച്ചിങ്ങിലൂടെ നമുക്ക് ഈ മെമ്മറി ലെവൽ ടീച്ചിങ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാര്യങ്ങൾ റിമെമ്പർ ചെയ്യുക, അതുപോലെ റീകോൾ ചെയ്യുക, ഓർക്കുക, പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ഡ്രിൽസ്, അതൊക്കെയാണ് ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫാക്ട്സും ഇൻഫർമേഷൻസും ഒക്കെ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ മേളിലുള്ള കാര്യമാണ് അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നമുക്ക് മെമ്മറി ലെവലിനെക്കാട്ടിലും കുറച്ചുകൂടി ഹയർ ലെവലിലായിരിക്കും നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ പഠിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി പലതരത്തിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഫാക്ട്സും അതിന് പിന്നിലുള്ള കൺസെപ്റ്റ്സും അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ ടീച്ചർ നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു ടീച്ചിങ് ലെവലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അതിനോടൊപ്പം തന്നെ സ്റ്റുഡൻസ് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അവരുടെ സ്വന്തം വേർഡിൽ ഇലാബറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ വരുന്നുണ്ട്. അതിന് മുകളിലുള്ള സാധനമാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ഹയർ ലെവലാണ് ടീച്ചിങ് ലെവൽസിലെ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരേ സമയം ഓർത്തിരിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ കോഗ്നിറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസ്കഷൻസ്, ഈ ആസ്പെക്ട്സ് കൂടെ നമുക്ക് ഈ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നുണ്ട്. നമുക്ക് ഇതൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞ 3 ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലൂടെയും നമ്മളൊരു കാര്യത്തിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ദേശീയഗാനമായിട്ടുള്ള ജനഗണമന നമ്മൾ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ജനഗണമന ഒരാളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെവലായിട്ടുള്ള മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നമ്മളൊരു ആളെ ഈ ജനഗണമന പഠിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഈ പാട്ടിൻ്റെ വരികൾ മുഴുവൻ പഠിപ്പിച്ച് അത് ഒരാളെ കാണാതെ പഠിപ്പിക്കുകയാണെങ്കിൽ, അതായത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് ജനഗണമന തെറ്റുകൂടാതെ പറയാനായിട്ട് പാടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾ ആ ഒരു മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഉദ്ദേശിക്കുക. അതിനുശേഷം അതിൽ നമ്മൾ രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഓരോ വരികളുടെയും അർത്ഥവും ഒപ്പം തന്നെ അത് വരാനുണ്ടായ സാഹചര്യം, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ദേശീയഗാനത്തിലെ വരികൾ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ആ സമയത്ത് ഈ പഞ്ചാബും സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്നൊക്കെ വരുന്നതിൻ്റെ കാരണം, അപ്പോൾ അതിലെ ഓരോ വാക്കുകളും വന്നത് എന്തുകൊണ്ടായിരിക്കും, അങ്ങനത്തെ ഒരു ലെവലിൽ ഇതിൻ്റെ പിന്നിലുള്ള അതിനെയും കൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ആ സെക്കൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരിക. അതേസമയം മൂന്നാമത്തെ റിഫ്ലക്റ്റീവ് ലെവലിൽ നമ്മൾ ഈ കാര്യത്തിനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, നമ്മളിതിൽ കുറച്ചും കൂടി ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ആംഗിളിൽ കൂടെ നമ്മൾ ആ കാര്യത്തെ പരിശോധിക്കണം. അപ്പോൾ ഇത് ജനഗണമന എഴുതപ്പെടുന്ന ഏത് കാലത്താണ്? 1911. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കൺസെപ്റ്റ് എത്രമാത്രം അന്നുണ്ടായിരുന്നു? അപ്പോൾ ഈ ഭാരത ഭാഗ്യവിധാത എന്നൊക്കെ നമ്മുടെ ഈ ദേശീയഗാനത്തിൽ പറയുന്ന അതൊക്കെ ആ സാഹചര്യത്തിൽ ടാഗോർ എങ്ങനെയായിരിക്കണം എഴുതിയിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള അത്രയും ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പല പല ആംഗിളിൽ നിന്നൊക്കെ ആലോചിച്ച് ഉള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹയസ്റ്റ് ഫോം ഓഫ് ടീച്ചിങ് ലെവലിൽ ഈ 3 വരിക ഈ റിഫ്ലക്റ്റീവ് ലെവലായിരിക്കും. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1956 ഈ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്ന ഐഡിയ അതിൽ വന്നത്. അപ്പോൾ ടാക്സോണമി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മളൊരു കാര്യത്തിന് പല ക്ലാസ്സസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ഹൈറാർക്കിൽ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ടാക്സോണമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ എഡ്യൂക്കേഷണൽ ഗോൾ
അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇതിൽ 3 ലേണിംഗ് ഡൊമൈൻ വരുന്നുണ്ട്. 1 കോഗ്നിറ്റീവ്, 2 അഫക്റ്റീവ്, 3 സൈക്കോമോട്ടോർ. അപ്പോൾ ഇങ്ങനെ 3 ലെവൽസ് നമുക്ക് ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ കാണാം. നമുക്ക് എക്സാമിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് കോഗ്നിറ്റീവ് ലെവലിലുള്ള ഈ ബ്ലൂംസ് ടാക്സോണമിയുടെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടാക്സോണമി ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ഹൈറാർക്കി ഉണ്ടാവും. അപ്പം ഇതിൽ നമ്മൾ നേരത്തെ മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ എന്ന ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ ഹൈറാർക്കി ഉണ്ടായിരുന്നത് പോലെ ഇതിലും ഒരു ഹൈറാർക്കി ഉണ്ട്. ഏറ്റവും ബേസ് മുതൽ ഓരോന്നും അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകും. അപ്പോൾ ഇതിൽ കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് നോളജ്, രണ്ടാമത്തേത് കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഇത്രയുമാണ് ഈ കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഉള്ള ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1956 ഈ ബ്ലൂംസ് ടാക്സോണമി ബെഞ്ചമിൻ ബ്ലൂമും അദ്ദേഹത്തിന്റെ ടീംമേറ്റ്സും കൂടെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുശേഷം 2001 ഈ ബ്ലൂംസ് ടാക്സോണമിയുടെ ഈ കോഗ്നിറ്റീവ് ഡൊമൈനിന് ഒരു റിവിഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ റിവിഷനിൽ വന്ന ചേഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, ഈ ഓരോ വാക്കും അതിന്റെ നൗൺ ഫോമിൽ നിന്നും വെർബ് ഫോമിലേക്ക് മാറി എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ ഒന്നാമത്തേത് നോളജ് എന്ന് പറയുന്നതിനെ, അപ്പം നോളജിനെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് അവിടെ വെർബായിട്ട് മാറുമ്പോൾ, അപ്പോൾ അതിനെ റിമെമ്പർ. കോംപ്രിഹെൻഷൻ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് എന്നായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എന്നുള്ളത് അപ്ലൈ എന്നായി. അനാലിസിസ്, സിന്തസിസ് എന്നുള്ളത് ക്രിയേറ്റ് എന്നും ഇവാലുവേഷൻ എന്നുള്ളത് ഇവാലുവേറ്റ് എന്നും ആയി. അങ്ങനെ ഈ എല്ലാ ഓരോ ലെവലും അതിന്റെ നൗൺ ഫോമിൽ നിന്നും വെർബ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് ലെവലിലുള്ള പോയിന്റ് ഏതാണെന്നുള്ളത് മാറി. 1956 വേർഷൻ അനുസരിച്ച് ഇവാലുവേഷൻ ആയിരുന്നു ഹയസ്റ്റ് ഫോം എന്ന് പറയുന്നത് ബ്ലൂംസ് ടാക്സോണമിയിലെ കോഗ്നിറ്റീവ് ഡൊമൈനിൽ. പക്ഷെ അത് മാറി ഇവാലുവേറ്റിനെക്കാട്ടിൽ കൂടുതൽ ക്രിയേറ്റ്, അതായത് സ്വന്തമായിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹയസ്റ്റ് ഫോം ഓഫ് കോഗ്നിറ്റീവ് ലേണിംഗ് എന്നുള്ള രീതിയിൽ 2001 റിവിഷന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ടൈപ്പാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത്. സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് ഇമിറ്റേറ്റിംഗ്, മാനിപ്പുലേറ്റിംഗ്, പ്രിസൈസിങ്, ആർട്ടിക്കുലേറ്റിംഗ്, നാച്ചുറലൈസിങ്, ഇങ്ങനെയാണ് ഓരോ ലെവലിലും ഉള്ള ഓരോ കാര്യം. അപ്പോൾ ഈ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ ബോഡി കൂടെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പെയിന്റിങ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഡാൻസിങ് പഠിക്കുന്നു, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ ലെവൽ ഓഫ് ലേണിംഗ് ആണ് നമ്മുടെ ഈ സൈക്കോമോട്ടോർ ലേണിംഗ് ഡൊമൈനിൽ വരുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈനിലെ ലെവൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിസീവിങ്, ദെൻ റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈനിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട അത്തരം പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ ശീലങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നതിന്റെ ലെവൽസ് ആണ് നമ്മൾ ഈ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ലെവലിലെയും ഓരോ ഡൊമൈനിലെയും ഓരോ ലെവലിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ ഓർഡർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കോഗ്നിറ്റീവ് ഡൊമൈനിലുള്ള കാര്യമാണ്. കോഗ്നിറ്റീവ് ഡൊമൈനിൽ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനാലിസിസ്, ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്, ഈ ഓർഡറിലുള്ള ഈ കാര്യങ്ങൾ. അപ്പോൾ ടോപ്പിലുള്ളത് ഏതാണ്, ഇതിന്റെ ഓർഡർ മാറി തന്നിട്ട് നമുക്ക് ഓർഡറിലാക്കാൻ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 1956 നിന്നുള്ളത് ഈ 2001 വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നൗണ് വേർബ് ആവുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന സിന്തസിസിന് പകരം, ഇവാലുവേഷന് പകരം അവിടെ ക്രിയേറ്റ് എന്നുള്ള ഇതാവുന്നു ഏറ്റവും ടോപ്പ്. അത്രയുമാണ് അപ്പോൾ ഇതിൽ വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലൂംസ് ടാക്സോണമിയുടെ കോഗ്നിറ്റീവ് ഡൊമൈനിൽ പഠിച്ച ഓരോ ലെവലിലെയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാവും നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ആന്തമായിട്ടുള്ള ജനഗണമനയെ പറ്റിയിട്ട് ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ, ഈ കോഗ്നിറ്റീവ് ഡൊമൈനിലുള്ള ഓരോ പുതിയ ലെവൽ കഴിയുന്തോറും അവരുടെ അറിവിൽ എങ്ങനത്തെ അപ്ഡേഷൻ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് റിമെമ്പറിംഗ് ആണ്. റിമെമ്പറിംഗ് എന്ന് പറയുമ്പോൾ അതിലെന്തായിരിക്കും, അത് നമ്മൾ നേരത്തെ ടീച്ചിങ് ലെവൽസിൽ മെമ്മറി ലെവലിൽ പറഞ്ഞതുപോലെ തന്നെ ആന്തം മുഴുവനായിട്ട് കാണാതെ പഠിച്ചിട്ട് അത് റിസൈറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ മീനിങ് എന്താണെന്ന് പറയാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ച്വൽ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഇതിലെന്താണ് സംഭവിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് സ്വന്തം വേർഡ്സിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, എന്തുകൊണ്ടാണ് ആ വരി അതിൽ വന്നത്, അതിന്റെ റെലവൻസ് എന്താണ്, അപ്പോൾ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മുതലായ കാര്യങ്ങൾ അവർക്ക് സ്വന്തം വേർഡ്സിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവലോ അവർക്കൂടെ അവർ കടന്നുപോയി കഴിഞ്ഞാൽ അവർക്കത് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തേന്ന് പറയുന്നത് അപ്ലൈ. അപ്പോൾ ഇതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതിൽ ഇവർക്ക് വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറെ ആ സമയത്ത് എഴുതപ്പെട്ട മറ്റു രചനകൾ വേണമെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതേപോലെ, അല്ലെങ്കിൽ ഇതേ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിൽ എഴുതപ്പെട്ട ടാഗോറിന്റെ വേറെ കൃതികളുണ്ടോ എന്നുള്ളത് അവർക്ക് നോക്കി
അത് കണ്ടുപിടിക്കാൻ, അങ്ങനെ ഇതിൽ നിന്ന് മനസ്സിലാക്കി ആ കാര്യം അപ്ലൈ ചെയ്ത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഈ അപ്ലൈയിങ് ലെവലിൽ കൂടെ പോയാലായിട്ട് സാധിക്കും. അതിനുശേഷം അടുത്തത് അനലൈസിങ്. അനലൈസിങ്ങിലാണെങ്കിൽ ഇപ്പോൾ വേറെ ഒരു പോയമായിട്ട് വേണമെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വന്ദേമാതരവും ജനഗണമനയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തുകൊണ്ടായിരിക്കും ഇത് ഒന്ന് നാഷണൽ ആന്തം ആയത്, അല്ലെങ്കിൽ ഇത് രണ്ടും എഴുതപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്, ഇത് തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഈ അനലൈസിങ് ലെവലിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ജനഗണമനയുമായിട്ട് ബന്ധപ്പെട്ട അന്ന് എഴുതപ്പെട്ട നാഷണൽ ആന്തം ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ആന്തം ആയിരിക്കും, ഇതിന് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ, അതിന്റെ മീനിങ് ഇപ്പോഴും കറക്റ്റ് ആണോ, അതിനെ ആൾക്കാർ മനസ്സിലാക്കുന്നത് കറക്റ്റ് ആണോ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് സ്വന്തമായിട്ടൊരു ഇവാലുവേഷൻ അതിൽ നടത്താൻ അവർക്ക് സാധിക്കും. ഏറ്റവും അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആണ്. ക്രിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുപോലെ ഒരു സ്വന്തമായിട്ട് വേറൊരു സ്റ്റാൻസ് അല്ലെങ്കിൽ ഇതിനൊരു എക്സ്ട്രാ കുറച്ച് വരികളും കൂടി ഇപ്പോൾ എഴുതുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനിവിടെ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബ്ലൂംസ് ടാക്സോണമിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഷുവറായിട്ട് കുറച്ച് മാർക്സ് എല്ലാ വർഷവും കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.